ഇപ്പോൾ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചേരുന്നുണ്ട്. BJP നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചേരുകയാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്ത് നടത്തിയ പ്രസംഗത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുകയാണ്. കേരളത്തിൽ മതസംഘടനകൾ നിയന്ത്രിക്കുന്ന സർക്കാർ, കാന്തപുരം പറയുന്നതനുസരിച്ച് മാത്രം ചലിക്കുന്ന ഒരു സർക്കാരാണ് നിലവിലുള്ളത്. ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ കയ്യിലേക്ക് കേരളം പോകുന്നു എന്ന വിമർശനവും വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിട്ടുണ്ട്. താങ്കളുടെ പ്രതികരണം? ബഹുമാനപ്പെട്ട SNDP സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ ഇന്നത്തെ ഒരു തികഞ്ഞ യാഥാർത്ഥ്യമായിട്ടുള്ള തികഞ്ഞ യാഥാർത്ഥ്യവും രാഷ്ട്രീയവുമാണ്. യാതൊരു സംശയവുമില്ല. എങ്ങോട്ടാണ് ഈ കേരളം പോകുന്നത്? വിദ്യാലയത്തിൽ പഠിപ്പിക്കേണ്ടത് എന്ത്? വിദ്യാർത്ഥികൾ കായികാഭ്യാസം നടത്തേണ്ടത് എന്ത്? പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നത് ശരിയാണോ? വിദ്യാലയത്തിൽ ഏതൊക്കെ വിദ്യാലയങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം? ഏതൊക്കെ വിദ്യാലയങ്ങൾക്ക് +2 അനുവദിക്കണം? ഏതൊക്കെ വിദ്യാലയത്തിൽ എന്തൊക്കെ പഠിപ്പിക്കണം? ഇതൊക്കെ തീരുമാനിക്കുന്നത് സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പാണോ, അതോ ഈ കാന്തപുരവും സമസ്തയും അടങ്ങുന്ന ഒരു പ്രത്യേക മതവിഭാഗമാണോ? ദൈനംദിന രാഷ്ട്രീയത്തിലെ പത്രമാധ്യമങ്ങളുടെ വാർത്തകൾ പരിശോധിച്ചാൽ കേരളം യാതൊരു സംശയവുമില്ല, കേരളം ഒരു മതാധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ സാകേതമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വേറൊന്നും പറയാനില്ല. ഇടതുപക്ഷവും വലതുപക്ഷവും മിണ്ടിയാൽ ഭരണഘടന പറയും. അതേ സമയത്ത് ഭരണഘടനയെ ഒരു കാരണവശാലും അംഗീകരിക്കാത്തവരുമായി രാഷ്ട്രീയ സഖ്യം ചേരും. ഭരണഘടന തലയിൽ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യും. ഭരണഘടനയെ നിരാകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി രാഹുൽ ഗാന്ധി ഒത്തുചേരും. ഇതല്ലേ ഇവിടെ നടക്കുന്നത്? വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ ചില പ്രത്യേക വകുപ്പുകൾ ചില പ്രത്യേക മതവിഭാഗങ്ങൾ കാലാകാലങ്ങളായി കൈവയ്ക്കുകയും ഏതെങ്കിലും ഒരു കാരണവശാൽ ഞങ്ങൾ കണ്ടോ ഈ പ്രാവശ്യം അങ്ങനെ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ നടപ്പാക്കുന്നത് മുഴുവൻ ഈ വിഭാഗത്തിലുള്ള ആളുകൾ പറയുന്നത് പോലെയാണ്. ഇത് വിദ്യാഭ്യാസത്തിന്റെ കാര്യം മാത്രമല്ല, ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയം, കേരളത്തിലെ ഇന്നത്തെ സർക്കാർ അവരെടുക്കുന്ന ഓരോ നയപരിപാടികളും ചില പ്രത്യേക മതവിഭാഗങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം സംഘടിതമായ മതവോട്ടിന്റെ പിന്തുണയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പല നയങ്ങളും സ്വീകരിക്കുന്നത്. ഇത് കേരളത്തിന് ഗുണകരമല്ല. വെള്ളാപ്പള്ളി നടേശൻ ബഹുമാനപ്പെട്ട SNDP യോഗം സെക്രട്ടറി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അക്ഷരാർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് എന്ന് വളരെ വളരെ വ്യക്തമായി ഈ കേരള രാഷ്ട്രീയത്തെ പറ്റി പഠിക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക്, മനസ്സിലാക്കുന്നവർക്ക് വാസ്തവത്തിൽ അമ്പരപ്പോടുകൂടി കാണുകയാണ് അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യമാണ് ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടേണ്ടത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ കുറിച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു കേരളത്തിലെ ചർച്ച? പക്ഷെ അദ്ദേഹം പറഞ്ഞതല്ലേ യാഥാർത്ഥ്യം? ഒരു പ്രത്യേക മതവിഭാഗം എല്ലാം കൈയടക്കുന്നു. അതേ സമയത്ത് ഈഴവ വിഭാഗമോ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗമോ ഈവൻ ക്രൈസ്തവ വിഭാഗം വരെ ഈ കേരളത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. അപ്പം വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ 100% അംഗീകരിക്കപ്പെടേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, സമൂഹം വിലയിരുത്തേണ്ടതാണ്.